നമസ്കാരം. ഓൺ 40 ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. നിതിൻ രാജിന്റെ കുടുംബം അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ പ്രിൻസിപ്പാളിനെ കാണാതെ മടങ്ങി. ചെങ്ങന്നൂരിലെ വയോധികന്റെ മൃതദേഹം കല്ലറ തുറന്ന് പരിശോധിക്കാനുള്ള നടപടികൾ തുടങ്ങി. സുഹൃത്തുക്കൾക്കൊപ്പം ആറ്റിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. പാമ്പുകടിയേറ്റ് ചികിത്സയിലിരുന്ന അനൂജിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി. ഗുരുവായൂർ മണ്ഡലത്തിൽ സ്ട്രോങ് റൂമിലെ CCTV ക്യാമറ പ്രവർത്തനരഹിതമായി. നിതിൻ രാജിന്റെ കുടുംബം അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ പ്രിൻസിപ്പാളിനെ കാണാതെ മടങ്ങി. നിതിന്റെ അച്ഛനും സഹോദരി ഭർത്താവുമാണ് കോളേജിലെത്തിയത്. നിതിൻ താമസിച്ച ഹോസ്റ്റൽ മുറിയും അപകട സ്ഥലവും സന്ദർശിച്ച് കോളേജ് പ്രിൻസിപ്പലിനെ കാണാനാണ് എത്തിയത്. എന്നാൽ കോളേജിലെത്തിയ കുടുംബം വികാരാധീനരാവുകയും പ്രിൻസിപ്പലിനെ കാണാതെ മടങ്ങുകയും ചെയ്യുകയായിരുന്നു. മകനെ കൊന്നവരെ കാണേണ്ട എന്നായിരുന്നു നിതിന്റെ അച്ഛന്റെ പ്രതികരണം. നിതിനെ കൊന്നതാണെന്നും അവൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നും നിതിന്റെ അച്ഛൻ പറഞ്ഞു. അതേസമയം കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ദളിത് ലീഗ് നടത്തിയ മാർച്ചിൽ സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് ഇടപെട്ടാണ് സംഘർഷം ഒതുക്കി തീർത്തത്. കോളേജ് നിയോഗിച്ച 2 സുരക്ഷാ ജീവനക്കാർ സമരക്കാരെ തടഞ്ഞതോടെയാണ് കോളേജ് പരിസരത്ത് സംഘർഷം ഉടലെടുത്തത്. ദളിത് ലീഗ് പ്രവർത്തകരും സുരക്ഷാ ജീവനക്കാരും വാക്കുതർക്കത്തിലേർപ്പെടുകയും സ്ഥിതി വഷളാക്കുകയുമായിരുന്നു. ചെങ്ങന്നൂരിലെ വയോധികന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന പരാതിയെ തുടർന്ന് സംസ്കരിച്ച മൃതദേഹം കല്ലറ തുറന്ന് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തുന്നു. പുലിയൂർ ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിലാണ് നടപടികൾ നടക്കുന്നത്. മാർച്ച് 20 അന്തരിച്ച യേശുദാസൻ എന്നയാളുടെ മൃതദേഹമാണ് പരിശോധനയ്ക്കായി എടുക്കുന്നത്. മാർച്ച് 20 യേശുദാസൻ മരിച്ചത്. എന്നാൽ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് പ്രവാസിയായ മരുമകൾ ലീനയുടെ പരാതി. യേശുദാസിന്റെ സഹോദരൻ ഗബ്രിയേൽ സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിച്ചെന്നും അവർ ആരോപിക്കുന്നുണ്ട്. സുഹൃത്തുക്കൾക്കൊപ്പം ആറ്റിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. അഞ്ചൽ അഗസ്ത്യക്കോട് സ്വദേശി രാജേഷ് ആണ് മരിച്ചത്. ഇന്ന് ഉച്ചയോടെ ഐരനല്ലൂർ ആറ്റിലായിരുന്നു അപകടം. സുഹൃത്തുക്കൾക്കൊപ്പം ആറ്റിൽ കുളിക്കാനിറങ്ങിയ രാജേഷ് കുളിക്കുന്നതിനിടെ വെള്ളത്തിൽ മുങ്ങിപ്പോവുകയായിരുന്നു. സുഹൃത്തുക്കൾ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസും പുനലൂരിൽ നിന്നുള്ള ഫയർഫോഴ്സും സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തി. ഏറെ നേരത്തെ തിരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്താനായത്. മൃതദേഹം പുനലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. പാമ്പുകടിയേറ്റ് ചികിത്സയിലിരുന്ന അനൂജിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി. മരുന്നുകളോട് നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ടെന്നും പേശികൾ ചലിച്ചു തുടങ്ങിയെന്നും ആശുപത്രി വ്യക്തമാക്കുന്നു. കുട്ടി ശ്വാസം നന്നായി എടുത്തു തുടങ്ങി. 2 ദിവസത്തിനുള്ളിൽ വെന്റിലേറ്റർ മാറ്റാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നത്. തൃശൂർ കോടാലി സ്വദേശികളായ സിൽജോ ജോൺസി ദമ്പതികളുടെ മക്കളായ അൽജോയെയും സഹോദരൻ അനോഷിനെയുമാണ് കിടപ്പുമുറിയിൽ വച്ച് തലയിണയ്ക്കുള്ളിലിരുന്ന പാമ്പ് കടിച്ചത്. അൽജോയെ രക്ഷിക്കാനായില്ല. ഗുരുവായൂർ മണ്ഡലത്തിൽ സ്ട്രോങ് റൂമിലെ CCTV ക്യാമറ പ്രവർത്തനരഹിതമായി. ഇന്നലെ വൈകുന്നേരം 4:30 മുതൽ 5:30 വരെയുള്ള 1 മണിക്കൂർ സമയമാണ് ക്യാമറകൾ പ്രവർത്തിക്കാതിരുന്നത്. വോട്ടെണ്ണലിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അതീവ സുരക്ഷാ മേഖലയിലുണ്ടായ ഈ വീഴ്ച രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. സംഭവത്തിൽ അസ്വാഭാവികതയും ദുരൂഹതയും ആരോപിച്ച് ഗുരുവായൂരിലെ UDF സ്ഥാനാർത്ഥി CH റഷീദ് രംഗത്തെത്തി. 1 മണിക്കൂർ നേരം ദൃശ്യങ്ങൾ മറഞ്ഞത് ഗൗരവകരമായ സുരക്ഷാ വീഴ്ചയാണെന്നും ഇതിൽ അടിയന്തര അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് അദ്ദേഹം തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഔദ്യോഗികമായി പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്.